ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ISL ട്രാൻസ്ഫർ അപ്ഡേറ്റ് ആണ് നമ്മൾ വീഡിയോയിലൂടെ പങ്കുവെക്കാൻ പോകുന്നത്. ഇപ്പോൾ എന്തായാലും ബാംഗ്ലൂർ FC വരും സീസണിലേക്ക് വരുമ്പോൾ രണ്ടും കൽപ്പിച്ചിട്ടാണെന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ അവർ വരും സീസണിലേക്ക് വേണ്ടി ISL തന്നെ മികച്ച വിദേശ താരങ്ങളെയും അതുപോലെ ഇന്ത്യൻ താരങ്ങളെയൊക്കെ ടീമിൽ എത്തിച്ച് കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ബാംഗ്ലൂർ FC എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഒരു ന്യൂസ് ഒഫീഷ്യലായിട്ട് മാർക്കസ് മർഗുലോവ പുറത്ത് വിട്ടിട്ടുണ്ട്. മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരം അതുപോലെ ഇപ്പോൾ കഴിഞ്ഞ 2 സീസണിലായിട്ട് മുംബൈ സിറ്റിയുടെ താരമായിട്ടുണ്ടായിരുന്ന അർജന്റീനൻ സ്ട്രൈക്കർ ഹോർഹെ പെരേര ഡയാസിനെ അങ്ങനെ ബാംഗ്ലൂർ FC സ്വന്തമാക്കിയുള്ള കാര്യം മാർക്കസ് മർഗുലോവ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ മോഹൻ ബഗാൻ വേഴ്സസ് മുംബൈ സിറ്റി മത്സരത്തിൽ അവരുടെ മുംബൈ സിറ്റിയുടെ ഫസ്റ്റ് ലെവലുണ്ടായിരുന്ന 4 അല്ലെങ്കിൽ 5 പ്ലേയേഴ്സ് നെക്സ്റ്റ് സീസണിൽ മുംബൈ സിറ്റിയോടൊപ്പം ഉണ്ടാവില്ല എന്നുള്ളത് മാർക്കസ് മർഗുലോവ ഇപ്പോൾ ഒരു ന്യൂസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു ക്ലബിലേക്ക് അവർ മാറുമെന്നാണ് ഇപ്പോൾ മാർക്കസ് മർഗുലോവ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇപ്പോൾ IFTWC അതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ് അവർ പുറത്ത് വിട്ടിട്ടുണ്ട്. ബാംഗ്ലൂർ FC മുംബൈ സിറ്റിയിൽ നിന്ന് 4 താരങ്ങളെ ഇതിന് പുറമെ 4 താരങ്ങളെ 3-4 താരങ്ങളെ അവർ മുംബൈ സിറ്റിയിൽ നിന്ന് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ മുംബൈ സിറ്റിയുടെ സൂപ്പർ താരങ്ങളൊക്കെ ഒന്ന് ബാംഗ്ലൂരിലേക്കുള്ള ഒരു ഒഴുക്കാണ് നമ്മളിനി കാണാൻ പോകുന്നതെന്ന് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ IFTWC പുറത്ത് വിട്ടുള്ള അപ്ഡേറ്റ് പ്രകാരം അതിലുള്ള ഒരു ന്യൂസ് എന്തെന്ന് വെച്ചാൽ മുംബൈ സിറ്റിയുടെ ക്യാപ്റ്റനായ രാഹുൽ ബേക്കെ ജനുവരിയിൽ തന്നെ ബാംഗ്ലൂർ FC പ്രീ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തിട്ടുണ്ടെന്നുള്ള ന്യൂസാണ് പുറത്തു വരുന്നത്. അപ്പോൾ ബാംഗ്ലൂർ FCക്ക് വേണ്ടി അടുത്ത സീസണിൽ ബാംഗ്ലൂർ FCക്ക് വേണ്ടിയായിരിക്കും രാഹുൽ ബേക്കെ അടുത്ത സീസണിൽ കളിക്കുക. അപ്പോൾ എല്ലാവർക്കും അറിയാം, രാഹുൽ ബേക്കെ മുമ്പ് ബാംഗ്ലൂർ FCയുടെ താരമായിരുന്നു. ബാംഗ്ലൂർ FCയിൽ നിന്നാണ് മുംബൈ സിറ്റി സ്വന്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ വീണ്ടും തിരിച്ച് ആ ഹോം രാഹുൽ ബേക്കയുടെ ആ പഴയ ക്ലബിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണ്. അതുകൂടാതെ പിന്നെ മുംബൈ സിറ്റിയുടെ മറ്റു ഫോറിൻ പ്ലെയേഴ്സും ബാംഗ്ലൂർ FC സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഹോർഹെ പെരേര ഡയാസിൻ്റെ ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. ഇപ്പോൾ IFTWC റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം അവരുടെ സൂപ്പർ താരങ്ങളായ ആൽബർട്ടോ നെഗുവേര അതുപോലെ ടിരി എന്നീ താരങ്ങളും ബാംഗ്ലൂർ FC സ്വന്തമാക്കിയിട്ടുണ്ട്. അവർ സൈൻ ചെയ്തിട്ടുണ്ടെന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ ന്യൂസ്. അപ്പോൾ അവരും അവിടേക്ക് പോകും എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ സൈനികങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ ബാംഗ്ലൂർ FC വരും സീസണിൽ ഒരു മികച്ച ടീമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അവരിപ്പോൾ ഈ സീസണിലേക്ക് മോശം പെർഫോമൻസിനൊക്കെ മാറ്റി ഒരു മികച്ച ടീമായിട്ട് തന്നെ വരും സീസണിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സൈനിങ്ങിലൂടെയൊക്കെ അവരെ സൂചന നൽകുന്നത്. എന്തായാലും എന്താ ഉണ്ടാവും എന്നുള്ളതൊക്കെ കണ്ട് തന്നെ അറിയാം. അപ്പോൾ വീഡിയോ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയുടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.